ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിച്ചിട്ട് വണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലച്ച് സൈഡിൽ നിന്നൊക്കെ നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടാകും. അതും പ്രകാരം നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ക്ലച്ചിനകത്ത് സംഭവിച്ചുള്ള കേസ് എന്ന് വെച്ചാൽ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ബെൽറ്റൊക്കെ പൊട്ടി പീസായിരുന്നു. അത് കൂടാതെ നമുക്കതിൻ്റെ ഹെഡ് ആ ഫ്രണ്ട് ഭാഗത്ത് CVT ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി വന്ന പീസാണത്. അതും അതിൻ്റെ ഈ ബോസ് ഡ്രൈവ് അതേപോലെ തന്നെ ഈ റോളർ പീസലൈഡൊക്കെ പൊട്ടി വീലടക്കം മൊത്തം അടിച്ചു പോയിരുന്നു. അപ്പോൾ അത് ചെയ്യണ സമയത്ത് നമുക്ക് എന്തെങ്കിലും വേരിയേറ്റർ ബോഡി മാറണം, ഈ റോളറുകൾ 6 റോളറും ഉണ്ട്, ഈ ബോസ് ഡ്രൈവ് യൂണിറ്റ് മാറണം, പീസലൈഡ് മാറണം. പീസലൈഡ് എന്ന് പറഞ്ഞാൽ അത് മൊത്തം പൊട്ടിപ്പോയി സംഭവം ഐറ്റം. അപ്പോൾ പൊട്ടിയ പീസുകളൊക്കെ ഈ കിടക്കണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ അവസ്ഥ ഇതാണ്. ബെൽറ്റ് ഓൾറെഡി പൊട്ടൽ തുടങ്ങിയായിരുന്നു. അത് ചെറുതായിട്ട് ഇതേപോലെയൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ഓട്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബെൽറ്റിനിട്ട് ഓടിക്കാതിരിക്കുക. കാരണം ഇതിപ്പോൾ വേറെ ഒന്നും പറ്റിയില്ല. ചില കേസിൽ അങ്ങനെ കംപ്ലയിൻറ്റ് വന്ന സമയത്ത് ഈ ക്രാങ്കിൻ്റെ ബെൻഡെക്സിൻ്റെ ഇടയിലൊക്കെ കയറിപ്പെട്ട ആ വീലിൻ്റെ ബെൻഡെക്സിൻ്റെ ഇടയിലൊക്കെ കയറിപ്പെട്ട ക്രാങ്ക് ബെൻഡായി പോകുന്ന അലൈൻമെൻറ്റൊക്കെ മാറി പോകുന്ന സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ കൂടുതലായിട്ട് പൊട്ടലൊക്കെ ഇട്ട് ഈ കൈയോടെ തന്നെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണതാണ് നല്ലത്. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ക്ലച്ച് പുള്ളി ഈ യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് കൂട്ടത്തിയുടെ ഗ്രീസിങ് കൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. അതേപോലെ ആ പിന്നുകൾക്ക് ചെറിയ തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്ര ആയിട്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് വന്നിട്ടുണ്ട്, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, പീസലൈഡ്, അത്ര ആയിട്ടാണ് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ആ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തന്നെ വർക്ക് കിട്ടാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഫ്രണ്ട് ബെയറിങ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് അത് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ബെയറിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസും കൂടി നമുക്ക് വീൽ അഴിക്കുന്ന സമയത്ത് നോക്കാം. കാരണം ഡിസ്ക് പ്ലേറ്റ് പാഡ് സെറ്റ് ഫുള്ള് തീർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. അതേപോലെ നമുക്ക് വണ്ടിയുടെ എഞ്ചിനിൻ്റെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടാൽ നമ്മൾ അതിൻ്റെ ഓയിൽ ലെവൽ കൂടി ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ആകെ എത്ര ഓയിൽ ഉണ്ടായുള്ളൂ. ഇതിപ്പോൾ നിലവിൽ ഈ കണ്ടീഷനിലാണ് ഓടിയിരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നോലെ ബെൽറ്റ് ഫുള്ള് പൊട്ടി വഴിപ്പെടും, അതല്ലെങ്കിൽ പിസ്റ്റൺ പിടിച്ച് വഴിപ്പെടും. ആ ഒരു സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം അത്രയ്ക്കും ഓയിൽ ലെവൽ കുറവുണ്ട്. ഇപ്പം നിലവിലുണ്ടല്ലോ ഓയിലിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ ആ സൗണ്ടിൻ്റെ കേസ് വേരിയേഷൻ തോന്നിയത് കൊണ്ട് നമ്മൾ കയറ്റി അഴിച്ചതാണ്. അപ്പം കാണുന്ന ഓയിലിൻ്റെ അളവാണത്. ഇതിപ്പോൾ നമ്മൾ ഓയിൽ പുതിയത് ഫില്ല് ചെയ്താൽ നമുക്ക് സൈലൻസറിക്കടെ ഇടയ്ക്ക് ചിലപ്പോൾ പുക വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു വർഷം പുക വന്നില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ദിവസം ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് കേട്ടിട്ട് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം. എത്രത്തോളം കുറഞ്ഞു പോകുന്നുള്ള ദിവസം നമ്മൾ കൃത്യമായിട്ട് നോക്കുകയും കാര്യമായ രീതിയിൽ കുറയുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഫുൾ മെയിൻ ഡാമേജിലേക്ക് പോകാനുള്ളൊരു കാരണമാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മൈലേജിൻ്റെ കേസൊക്കെ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു കണ്ടീഷനിൽ ഓടുന്ന വണ്ടിക്ക് മൈലേജ് സ്വാഭാവികമായിട്ടും വേരിയേഷൻ വരും, കുറയും. അത് തന്നെയാണ് വണ്ടിക്ക് ഇവിടെ സംഭവിച്ചതാണ് കേട്ടോ. ഇത്ര കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം. ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞില്ല. ജനറൽ സർവീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ്സ് ഇൻഫോം ചെയ്യും. ഇതിപ്പോൾ നിലവിലോട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സൗണ്ടിൻ്റെ വ്യത്യാസം തോന്നിയത് കൊണ്ട് അഴിച്ചു നോക്കിയതാണ്. ഓയിലില്ല വണ്ടിക്ക്. അപ്പോൾ ആ ഓയിലടക്കം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.